അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്നാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷ 2022 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറും 2023 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുമാണ് നമ്മൾ വായിക്കുന്നത്. ഇൻഷാ അല്ലാഹ് കൃത്യമായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. കുട്ടികളെ ഏതെല്ലാം രൂപത്തിലാണ് പരിശീലിപ്പിക്കേണ്ടത് എന്ന് രക്ഷിതാക്കൾക്കും ഈ വീഡിയോ കാണുന്നതിലൂടെ മനസ്സിലാകും. ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് താഴെ കൊടുത്ത ഓരോ വാക്കുകളും പറഞ്ഞു കൊടുത്ത് കുട്ടികളെ കൊണ്ട് സ്ലേറ്റിലോ നോട്ട് പുസ്തകത്തിലോ എഴുതിക്കുക. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കുറച്ച് വാക്കുകൾ, 4 കൊടുത്തിട്ടുണ്ട്. ഓരോന്നിലും ഫ കി ലു മുൻ, ഫലക്കുൻ, ഉദ്സുൻ, മഹ്ദുൻ, ജബലുൻ, കിതാബുൻ, ഫക്കീറുൻ, ഉഊദുൻ, ഫക്കറ, ഹക്കുൻ, വിലാഅൻ. ഇത് ഓരോന്നും ഉസ്താദ് എന്ത് ചെയ്യും, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ കുട്ടികൾ സ്ലേറ്റിലാണെങ്കിൽ പെൻസിൽ കൊണ്ട് സ്ലേറ്റിൽ എഴുതുന്നു, അതല്ലെങ്കിൽ നോട്ട് പുസ്തകത്തിലാണെങ്കിൽ പെന്നുകൊണ്ടോ പെൻസിൽ കൊണ്ടോ അവർ നോട്ട് ബുക്കിൽ ഈ പറഞ്ഞു കൊടുക്കുന്ന വാക്കുകൾ അവർ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ കേട്ടെഴുത്തിന് കുട്ടികളെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ 40 മാർക്കിൻ്റെ ചോദ്യം, പിന്നെ അതിൽ താഴെ കൊടുത്ത പദങ്ങൾ നോക്കി എഴുതുക എന്നുള്ളതാണ്. ഇവിടെ ലോ എന്ന് കൊടുത്തിട്ടുണ്ട്, എന്ന് കൊടുത്തിട്ടുണ്ട്, കു, ഹ, ഴ. അറബി മലയാള അക്ഷരം റ എന്ന പേരിൽ 3 പുള്ളിയിട്ടാൽ വരുന്ന ഴ. ആ ഴ അതേ രൂപത്തിൽ അതിൻ്റെ അടിയിലുള്ള കള്ളികളിലേക്ക് എഴുതുക എന്നുള്ളതാണ്. ഇവിടെ ലോ എന്ന് കൊടുത്തിട്ടുണ്ട്, അതേ രൂപത്തിൽ ലോ എന്ന് അടിയിക്ക് എഴുതുക. എന്നുള്ളത് അടിയിക്ക് അതേപോലെ അയിനിൻ്റെ ലൊമ്മിട്ട് എഴുതാനുള്ളതാണ്. എന്ന് എഴുതുക. അടുത്ത് കൂന്ന് എഴുതിയാൽ ശ്രദ്ധിക്കണം, കാഫിൻ്റെ രൂപം അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ രൂപത്തിലുള്ള കാഫ് തന്നെ എഴുതിയിട്ട് ലൊമ്മ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതുപോലെ ഹ, ഴ. പിന്നെ അടുത്തത് രണ്ടാമത്തതിലും കൂട്ടി എഴുതാനുള്ളത് ദറക്കുൻ, അഖ്ദുൻ, സിബ്ഗുൻ, ളുഹുറുൻ, അതിദി. ഇത് അറബി മലയാളത്തിലേക്ക് പോയി. അപ്പോൾ ഈ രൂപത്തിൽ ഇതിലേക്ക് ഇവിടെ ദറക്കു എന്നുള്ള ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. അതേ രൂപത്തിൽ അഖ്ദ് എന്നുള്ള അടിയിലേക്ക് എഴുതുക. അക്ഷരങ്ങൾ തെറ്റാതെ, പുള്ളികളെ ഹർക്കത്ത്, ഫത്ത്, കസ്ർ, ലൊമ്മ ഇതൊന്നും തെറ്റാതെ എഴുതുക എന്നുള്ളതാണ്, വൃത്തിയിൽ എഴുതുക എന്നുള്ളതാണ് ഈ 3 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് ജബലുൻ, ഹാദിമുൻ, ഇഫത്തുൻ. അതേ രൂപത്തിൽ ജബലുൻ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. അത് ജബലൻ നണ്ട, ജബലൻ തൻവീൻ ഫത്തഹാണ്. അപ്പോൾ ജബലൻ. അടുത്ത് ഹാദിമുൻ, ഇഫത്തുൻ. ആ രൂപത്തിൽ തന്നെ കുട്ടികളെ പരിശീലിപ്പിക്കുക. കുട്ടികൾ നോക്കി എഴുതുക എന്നുള്ള വലിയ റിസ്ക് ഇല്ലാത്ത പരിപാടിയാണ്. അപ്പോൾ കുട്ടികൾ എഴുത്ത് ക്ലിയർ ആണെങ്കിൽ കുട്ടികൾക്ക് സിമ്പിളായിട്ട് ഇത് എഴുതാൻ കഴിയും. ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തത് അക്ഷരങ്ങൾ ചേർത്തെഴുതുക. ഒന്ന് ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്, റാ ലി യത്ത്. അത് ചേർത്ത് എങ്ങനെ എഴുതുക, റലിയത്ത്. ഇവിടെ ഒന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി അതേപോലെ മുസ്ലിമുൻ, മുസ്ലിമുൻ ഈ രൂപത്തിൽ കൂട്ടി എഴുതണം. അടുത്ത് ഫുത്തിഹത്ത്, അത് കൂട്ടി എഴുതുക, ഫുത്തിഹത്ത്. അടുത്ത് ഫക്കീറുൻ, ഈ രൂപത്തിൽ കൂട്ടി എഴുതുക, ഫക്കീറുൻ. അടുത്ത് കളിച്ചു. അപ്പോൾ ഈ രൂപത്തിൽ കൂട്ടി എഴുതുക എന്നുള്ളതാണ് പിന്നെ ഇതുകൊണ്ട് അക്ഷരങ്ങൾ ചേർത്ത് എഴുതുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുട്ടികളെ കൂട്ടി എഴുതാൻ ഓരോ വാക്കുകൾ കുട്ടികൾക്ക് ഇതേപോലെ ഓരോ അക്ഷരങ്ങളാക്കി എഴുതി കൊടുക്കുക. എന്നിട്ട് അവർ കൂട്ടി എഴുതുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് എന്ത് ചെയ്യാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം വീട്ടിൽ തന്നെ. രക്ഷിതാക്കൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് കുട്ടികളെ പരിശീലിപ്പിക്കാൻ കഴിയും. ഇനി 2023 നോക്കാം. ഒന്നാമത്തെ കൊടുത്തത് താഴെ കൊടുത്ത ഓരോ വാക്കുകളും പറഞ്ഞു കൊടുത്ത് കുട്ടികളെ കൊണ്ട് സ്ലേറ്റിലോ നോട്ട് പുസ്തകത്തിലോ എഴുതിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ വാക്കുകളാണ് ല, മു, തി, ഫുൻ, ബത്ത്, ദ, ഖഫ്, ലക, അലമുൻ, ഫനസുൻ, ഖറഅ, ബിലാദുൻ, തൊബീലുൻ, ഷുഹൂറുൻ. ഈ ഓരോ വാക്കുകളും ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കുട്ടികൾ സ്ലേറ്റിലെ അല്ലെങ്കിൽ നോട്ട് പുസ്തകത്തിൽ കുട്ടികൾ എഴുതുക എന്നുള്ളതാണ് കേട്ടെഴുത്ത് രൂപത്തിൽ. അപ്പോൾ കുട്ടികളെ കേട്ടെഴുത്തിന് പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി അടുത്ത് താഴെ കൊടുത്ത പദങ്ങൾ നോക്കി എഴുതുക. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹ എന്നുണ്ട്, ലി എന്നുണ്ട്, ഉ, കുൻ, ക. ഓരോന്നും അതേ രൂപത്തിൽ അതിൻ്റെ അടിയിൽ കൊടുത്ത കോളത്തിൽ നോക്കി എഴുതുക എന്നുള്ളതാണ്. കേട്ടെഴുത്ത് കഴിഞ്ഞതിന് ശേഷം ഉസ്താദന്മാർ ഈ പേപ്പർ നമ്മളെ കയ്യിലേക്ക് തരുള്ളൂ, കേട്ടെഴുത്ത് എടുത്തതിന് ശേഷം. അപ്പോൾ ഇവിടെ അടുത്ത ഹ എന്നുള്ളത് അതിൻ്റെ അടിക്ക് ഹ എന്ന് എഴുതുക, ലോത് ലീ എന്ന് എഴുതി കൊടുക്കുക. കെസറിട്ടാണ് എഴുതിയിട്ടുള്ളത്, ലീ എന്ന് എഴുതുക. അയിനിന് ലൊമ്മിട്ട് എഴുതിയിട്ടുണ്ട്, അപ്പോൾ ലൊമ്മിട്ട് കാണി തന്നെ എഴുതുക. അടുത്തത് മഹ്, കുൻ, ഔ, ബൽ, ഇൽ. ഈ രൂപത്തിൽ മഹി എന്നതിനെ അതിൻ്റെ അടിയിലെ കള്ളിയിലേക്ക് എഴുതുന്നു. ഹർക്കത്തുകളും പുള്ളിയൊന്നും തെറ്റാതെ കൃത്യമായിട്ട് തന്നെ എഴുതേണ്ടതാണ്. അടുത്തത് മൂന്നാമത്തത് തുഅമുൻ, ഖഫസുൻ, ഇലാജുൻ. ഓരോന്ന് തുഅമുൻ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്, അതേ രൂപത്തിൽ ഖഫസുൻ എഴുതുക, ഇലാജുൻ എന്നുള്ള അടിയിലേക്ക് എഴുതി കൊടുക്കുക. ഇനി അടുത്ത്
അക്ഷരങ്ങൾ ചേർത്തെഴുതുക. ഒന്നാമത്തെ തഅബുദു, അപ്പോൾ കൂട്ടിയിട്ട് തഅബുദു. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ യത്ലുബു, അപ്പോൾ കൂട്ടിയതിൽ എങ്ങനെ യത്ലുബു ഈ രൂപത്തിൽ കൂട്ടി എഴുതണം. അടുത്ത് ഫഖീ, പിന്നെ യാ ആണ് റുൻ, അപ്പോൾ കെസറിനെ നീട്ടാനാണ് യാ വരിക. ഫഖീറുൻ ഈ രൂപത്തിൽ എഴുതണം, ഫഖീറുൻ. അടുത്ത് മഅഹദുൻ, മഅഹദുൻ ഈ രൂപത്തിൽ കൂട്ടി എഴുതണം. അടുത്ത് തഹ്ലുറു ഈ രൂപത്തിൽ കൂട്ടി എഴുതുക. നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾ എന്ത് ചെയ്യുക, അക്ഷരങ്ങൾ പിരിച്ചെഴുതിയിട്ട് ഓരോ അക്ഷരങ്ങളും വേറെ വേറെ എഴുതിയിട്ട് കുട്ടികളെ അത് ചേർത്തി എഴുതാൻ പരിശീലിപ്പിക്കുന്നത് രക്ഷിതാക്കൾക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ മനസ്സിലാക്കി 2022-ലെയും 2023-ലെയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ മനസ്സിലാക്കി കുട്ടികളെ ആ രീതിയിൽ രക്ഷിതാക്കൾ പരിശീലിപ്പിക്കുക. വീട്ടിൽ നിന്ന് രാത്രി മഗ്‌രിബിന് ശേഷമുള്ള സമയങ്ങളിലൊക്കെ കുട്ടികൾക്ക് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് അവരെ പരിശീലിപ്പിച്ചെടുക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്കെല്ലാം ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.